നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കധികം വിശ്വാസമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ഒരുപാട് പഠിച്ചു, ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി, പക്ഷേ എന്നിട്ടും ഒരു ലിസ്റ്റിലും വരാതായപ്പോൾ വെറുതെ ഒരു വിശ്വാസവും ഇല്ലാതെ വെറുതെ ഒരു പേപ്പറിൽ എഴുതി തുടങ്ങിയ കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അത് എഴുതി തുടങ്ങി ആ വർഷം തന്നെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ജോലിയൊന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ നന്നായിട്ട് പഠിക്കുകയും വേണം. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ എന്തോ ഒരു ഇൻവിസിബിളായിട്ടുള്ളൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളത് ഉണർത്തുന്നതുകൊണ്ടായിരിക്കും. ദിവസവും ഒരേ കാര്യം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടി നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സഫലീകരിക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനെ കാണുന്നത്. ആദ്യം ചെയ്യേണ്ടത്, എന്താണോ നമുക്ക് ആഗ്രഹം നടക്കേണ്ടത്, ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ആഗ്രഹം നമ്മൾ ഇംപ്ലാന്റ് ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുക. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്നാലോചിക്കുക. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പേർക്ക് ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈവറ്റ് ജോലി കിട്ടണം എന്നായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അത് ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് മനസ്സിനോട് തന്നെ പറയുക, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുന്നതിന് പ്രത്യേക ഒരു സമയമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നടുക്കിരുന്നിട്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത്. വളരെ ശാന്തമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കണം. ഏറ്റവും നല്ലത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലത് ഇംപ്ലാന്റ് ചെയ്ത ശേഷം ഇതുപോലെ ആഗ്രഹങ്ങൾ നേടിയവരുടെ ജീവിതം ഒന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളെപ്പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിയാണ് നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജോലി നേടിയവരെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അവർ എത്രത്തോളം പഠിച്ചു, അവർക്ക് ജോലി കിട്ടി, ജോലിക്ക് പോകുന്നത്, അവർ ജീവിതത്തിൽ എന്തെല്ലാം നേടുന്നു, അതൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് സ്വപ്നം കണ്ടു നോക്കുക. അതിനുശേഷം അതേ സ്ഥാനത്ത് നമ്മളെ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ പഠിക്കുന്നു, നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നു, ജോലി കിട്ടുന്നു, നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങാൻ കഴിയുന്നു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ 30 ദിവസമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. അതായത് ഇന്നത്തെ ഒരു ദിവസം യാതൊരു കുഴപ്പങ്ങളില്ലാതെ കടന്നു പോയതിനും, നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും അറിവും കഴിവും ഒക്കെ തന്നതിനും, ഇപ്പോൾ നമ്മൾ ജീവനോടിരിക്കുന്നതിനും, നമുക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്മകൾക്കും തിന്മകൾക്കും എല്ലാം തന്നെ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. അതുതന്നെയാണ് ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത മോഹൻലാലിൻ്റെ വീഡിയോ. ഗ്രാറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ഡെലിവറി ചെയ്തത്.